30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ ഓണം പ്രമാണിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഗിവ് അവയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മളൊരു ചായ കുടിച്ചു. അതുപോലെ തന്നെ ചായ കൂടെ ഇന്നലെ വാങ്ങിച്ച KFCയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അതും പിന്നെ കാതുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നമ്മളവിടെയൊക്കെ കാതെന്നാണ് കേട്ടോ പറയാം. നിങ്ങളവിടെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ചില ഉഴുന്നുവട, കുഞ്ഞു ഉഴുന്നുവട എന്നും പറയും. ഇതാണ് കേട്ടോ ഇന്ന് കഴിച്ചത് ചായക്ക് കുടിച്ചിങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്ത് പോയിട്ട് വന്ന് കുറച്ച് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ. ഇതിപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പോകെ അതൊക്കെ കുറഞ്ഞു വന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോസ് ഒട്ടും തന്നെ ഇടാറില്ല. വീണ്ടും നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗമായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നും ഫ്രൂട്ട്സ് കിട്ടില്ല, കുറച്ച് ദൂരം പോകണം. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വന്നു. ഈ ഒരു കുഞ്ഞു കവറിലാണ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചത്. അതും 2 ആപ്പിൾ, 1 മാംഗോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും നമുക്ക് 400 രൂപയെ. ഈ മഴക്കാലമായിട്ട് പോലും ഫ്രൂട്ട്സിനൊന്നും വിലക്കുറവില്ല കേട്ടോ. നല്ല വിലയുണ്ട്. നല്ല വില കൊടുത്തിട്ടാണ് ഞാൻ കേട്ടോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ 400 രൂപയുടെ ഫ്രൂട്ട്സും ഒരു 100 രൂപയ്ക്ക് നമ്മൾ യോഗട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോൺ സാധാരണ ആവിയിൽ വേവിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് നമ്മൾ ആവിയിലല്ല കേട്ടോ അത് ചെയ്യണത്. കാരണം അത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്വീറ്റ് കോൺ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു ചുക ഈ സ്വീറ്റ് കോണിൽ പിടിച്ചിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതും പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് ഞാൻ വെറുതെ പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ചട്ടിയിൽ വെച്ച് വെറുതെ ഇങ്ങനെ പൊള്ളിച്ചെടുത്തു. പിന്നെ യോഗട്ടാണ് കേട്ടോ. യോഗട്ടിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒരു കുഞ്ഞു കഷ്ണമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ യോഗട്ടും സെറ്റാക്കി യോഗട്ടിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡ്, യോഗട്ട്, അതുപോലെ തന്നെ എഗ്ഗ് വെറുതെ പൊട്ടിച്ചൊഴിച്ച് ചട്ടിയിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ലേശം ഉപ്പിട്ടിട്ട് എടുത്തു. പിന്നെ സവോള, ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ വൈകിട്ട് ഡിന്നർ കഴിച്ചത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.